Hello, good morning. So, guys, നമ്മൾ ഈ വ്ളോഗ് എടുക്കുന്ന ടൈം ഏകദേശം 2:45 മണിക്കടുത്തായിട്ടാണ്. അപ്പോൾ ഈ ടൈമിൽ എന്താ വ്ളോഗ് എടുക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാലക്കാട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഏതെല്ലാം ഒരു വ്ളോഗിനുള്ള ഒരു വകയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പാലക്കാട്ടത്ത് ഓട്ടോറിക്ഷ വിളിച്ചിട്ടല്ല പോകുന്നത്, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഈ ഓട്ടോറിക്ഷ പോണത്. അപ്പോൾ എന്തായാലും മാറ്റി ഒരുങ്ങി 2 മണിക്ക് നീറ്റിട്ട് മാറ്റി ഒരുങ്ങിയിട്ട് നമ്മൾ പോവുകയാണ് ഗൈസ് പാലക്കാട്ടേക്ക്. അപ്പോൾ പാലക്കാട്ടേക്ക് ട്രിപ്പ് അടിക്കാനല്ല പോകുന്നത്, ഹോസ്പിറ്റൽ കാണിക്കണം, ആയുർവേദിക് ഹോസ്പിറ്റൽ. നമ്മൾ റീസ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ആയിട്ട് വ്ളോഗ് ഇട്ടുന്നത് ഒരു ആയുർവേദിക് ഹോസ്പിറ്റലിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് അതേ അസുഖം കാണിക്കാൻ തന്നെ ഉമ്മാനെ കാണിക്കാനായിട്ട് നമ്മൾ പാലക്കാട്ടേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും പാലക്കാട്ടേക്ക് പോവുകയാണ് ഗൈസ്. സോ ഈ വ്ളോഗ് എടുക്കുന്നത് ഏകദേശം സൺഡേ ആണ് വ്ളോഗ് എടുക്കുന്നത് തോന്നുന്നത്. ഇപ്പോൾ ഇടാൻ ലേറ്റ് ആയിട്ടുണ്ട്, കാരണം കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, വെയ്യായിരുന്നു തീരെ, പനിയും ജലദോഷമൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിനും കാത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ 2ാമത്തെ വട്ടമാണ് എൻ്റെ ഓർമ്മ വെച്ചിട്ട് ട്രെയിനിൽ കയറുന്നത്. ട്രെയിനിൽ നിന്ന് അത്ര വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഈ വീഡിയോയിൽ കാണുന്ന ആളല്ല ഞാൻ, കാരണം ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ആളുകളുടെ ഇടയിലൊക്കെ വീഡിയോ എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മടിയുള്ള സംഭവമാണ്. അതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ പാലക്കാട് നമ്മളൊരു 6 മണിയൊക്കെ ആയപ്പോൾ എത്തി. നല്ല രസമുണ്ടായിരുന്നു സ്കൈ കാണാനായിട്ട്. എന്നിട്ട് നമ്മളൊരു നല്ല വിശപ്പുണ്ടായിരുന്നു, ഇവിടെ നിന്നൊന്നും കഴിക്കാതെ പോയതുകൊണ്ട് തന്നെ ഒരു ചായയൊക്കെ കുടിച്ചു. ഈ ട്രെയിനിൽ നമ്മൾ വന്ന ട്രെയിനാണ്, അപ്പോൾ അത് പോവുകയാണ് നമ്മൾ പാലക്കാട് നിന്ന് അടുത്ത സ്റ്റേഷൻ അങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളൊരു ചായ ഒക്കെ കുടിക്കാൻ വിചാരിച്ചു, കാരണം ഇനി ഉച്ചക്ക് ലഞ്ച് കഴിക്കാനേ പറ്റുള്ളൂ, അതുവരെ വിശന്നിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ താത്ത ചായയും ഞാനും ഉമ്മയും 2 കോഫിയായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. പിന്നെ കോഫിയും ഡാർക്ക് ഫാൻറ്റസിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ അവിടുന്ന് തൃശ്ശൂർ ബസ് കിട്ടുന്ന ബസ് സ്റ്റാൻഡിൻ്റെ ആണ്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് ആളുകൾ ഒഴിഞ്ഞ ഭാഗമായപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്, ഫുള്ള് ബ്ലാക്ക് ആയിട്ടാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഡ് സെറ്റ് ആയിരുന്നു. പിന്നെ എസ്കലേറ്ററിലൊക്കെ കയറിയിട്ട് നമ്മളങ്ങനെ പോവുകയാണ്. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാൻ ആളുകളില്ലാത്ത സ്ഥലത്തു നിന്നാണ് കേട്ടോ, കാരണം എനിക്ക് ആളുകളുള്ള സ്ഥലത്ത് നിന്ന് എടുക്കാൻ മടിയാണ്. പാലക്കാട് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അതേ നമ്മുടെ ഇന്ത്യയുടെ കൊടി കണ്ടിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് വ്ളോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ സ്റ്റാൻഡിലോട്ട് നടക്കുകയാണ്. തൃശ്ശൂർ ബസ് കയറണമെങ്കിൽ, തൃശ്ശൂർ ബസ് കിട്ടുന്ന സ്റ്റാൻഡിലേക്ക് പോകണമെങ്കിൽ ഒരു ബസ് കയറിയിട്ട് വേണം. അപ്പോൾ അത്യാവശ്യം നല്ല ലോങ് ഉണ്ട് ഗൈസ്. പിന്നെ അല്ലേ നമ്മുടെ വ്ളോഗ് ഈ പാലക്കാട്ടത്തെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക, കാരണം എൻ്റെ വ്ളോഗ് ആരൊക്കെ എവിടെ നിന്നൊക്കെ ഇരുന്ന് കാണുന്നുണ്ടെന്ന് എനിക്കറിയാനൊരു ആകാംക്ഷ. അപ്പോൾ പാലക്കാട് നിന്ന് നമ്മൾ തൃശ്ശൂർ ബസ് കിട്ടുന്ന സ്റ്റാൻഡിനാണ്ട് പോവുകയാണ്. അവിടുന്ന് ബസ്സിൽ നിന്ന് കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ആണ്ടും ഇങ്ങോട്ടും തിരിയണത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, കാരണം ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നോക്കണത്. എന്തായാലും പോട്ടെ, സാരമില്ല, ക്ഷമിക്കുള്ള. പിന്നെ നമ്മൾ തൃശ്ശൂർ ബസ് കിട്ടുന്ന സ്റ്റാൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് തൃശ്ശൂർ ബസ് വിളിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ പോകുന്ന ആശുപത്രിയുടെ പേര് ബദ്രീനാഥ് ആയുർവേദിക് ആശുപത്രിയാണ്. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവാം, അത്യാവശ്യം ഫേമസ് ഹോസ്പിറ്റലാണ്. ഞങ്ങൾ വീഡിയോയിൽ കണ്ടിട്ട് പോവുകയാണ്. പിന്നെ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ട് ചായ കുടിച്ചിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നേ. അപ്പോൾ ഞാൻ വടയും ഇമ്മ ഇഡ്ഡലിയാണ്. എനിക്ക് ഈ വട ഭയങ്കര ഇഷ്ടമാണ്, ഈ ഉഴുന്ന് വട. അപ്പോൾ നല്ല തരിത്തരിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് വേറെ ഓട്ടോറിക്ഷ വിളിച്ച് പോകണം. സോ ഈ വീഡിയോ മൊത്തത്തിലൊരു വ്ളോഗ് ഫുൾ ട്രാവലിംഗ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളങ്ങനെ കുത്തിയിരുന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഹോസ്പിറ്റൽ. അധികം വിഷ്വൽസ് ഒന്നും ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തിട്ടില്ല, കാരണം അലൗഡ് ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല.
നമ്മളായിരുന്നു ഫസ്റ്റ് എത്തിയിരുന്നത് നമ്മളാണ്. അതുകൊണ്ട് എന്താ ഹോസ്പിറ്റല് ആകമാനം ഒന്ന് കറങ്ങി തിരിഞ്ഞ് നടന്നു. നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു ആശുപത്രിയായിരുന്നു. ഒരു വീട് പോലത്തെ ടൈപ്പ് ആശുപത്രി. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ തിരിച്ച് പോവുകയാണ്. വന്ന വഴിക്കൂടി ഒന്നുമല്ല ഗൈസ് നമ്മൾ പോയത്, വേറെ ഏതൊക്കെ വഴിക്കൂടിയാണ്. ഇത് നേരെ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പാലക്കാട് കൂടുതൽ കറങ്ങി തിരിയാനൊന്നും നടന്നിട്ടില്ല. അതന്നെ മൊത്തത്തിൽ ഒന്ന് ചുറ്റിപ്പറ്റി നിന്നിട്ടൊന്നുമില്ല. പിന്നെ നേരെ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. ഞാൻ ബിരിയാണിയാണ് കഴിച്ചത്. പാലക്കാട്ടത്തെ ബിരിയാണി എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ട്. കറിയത്തെ ചിക്കനാണോ ഇട്ടത് എന്നറിയില്ല, ഒരു നെയ്ച്ചോറിൻ്റെ നെയ്ച്ചോറൊക്കെ കൂട്ടില്ല കറി, ആദ്യത്തെ ഒരു ചിക്കൻ മാതിരി തോന്നി. സോ എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് നമ്മുടെ നാട്ടിലോട്ട്, മലപ്പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ 1:50 ടിക്കറ്റാണ് എടുത്തതെങ്കിലും ആ ട്രെയിൻ ക്യാൻസലായി. 3:04 ട്രെയിനാണ് പോയത്. ആ ട്രെയിനാണെങ്കിൽ വന്ന് 3:20 പിന്നെ മേലെ കൊത്തിപ്പിടിച്ച് കയറി ഇരുന്നിട്ടുണ്ട്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ പാലക്കാട്ടത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. കൂടുതൽ വിഷ്വൽസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ഒരു നല്ലൊരു വ്ളോഗായിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരണ്ട്. അപ്പോൾ എന്തായാലും സൈനിങ് ഓഫ്.